ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കാജസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഈ ഓലയുടെ കുറച്ച് പ്രോബ്ലംസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഓല വാങ്ങിച്ച സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്ന കുറച്ച് പ്രോബ്ലംസ്, അതിനെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എക്സ്പ്രസ് മോഡലാണേ. നമ്മൾ ഓല വാങ്ങിച്ചിട്ട് ഒരു 4-5 ദിവസമായപ്പോൾ ഫുള്ളായിട്ടിത് സ്റ്റോപ്പായിട്ടോ. മൊത്തമായിട്ട് എല്ലാം ബ്ലാങ്കായി. ബട്ടനോ സ്വിച്ചുകളൊന്നും തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ സർവീസ് സെൻറ്ററിൽ കോൾ ചെയ്തപ്പോൾ അവർ ഒരു 1 വീക്കൊക്കെ ആയി നമ്മളോടത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, നമുക്കത് ശരിയാക്കി തരാൻ വേണ്ടി ഒരാഴ്ച എടുത്തു കേട്ടോ. നമുക്ക് അതുവരെ അത് ഓഫായി തന്നെ ഒരു ഉപകാരം ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. വളരെ സിമ്പിളായിട്ട് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കാരണം ഒരാഴ്ച അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഏത് സ്വിച്ചും, ചാർജർ ചെയ്യുന്ന സോക്കറ്റ് ആയിക്കോട്ടെ, അതുപോലെ ലോക്ക്, അങ്ങനെയുള്ള ബട്ടൺസ് ഏതും തന്നെ വർക്കാകില്ല കേട്ടോ. പക്ഷെ നമുക്കിത് വളരെ സിമ്പിളായിട്ടിത് പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. ആ മെക്കാനിക്ക് വന്നിട്ടാണ് നമുക്കത് കാണിച്ചു തന്നത് കേട്ടോ. കണ്ടില്ലേ, ഒരു സ്വിച്ച് പോലും വർക്കാവുന്നില്ല. ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഏത് സ്വിച്ചും വർക്കാവുന്നില്ല, ചാർജർ ചെയ്യുന്ന അതൊന്നും ഓപ്പൺ ആവുന്നില്ല, എല്ലാം ഡെഡായി കിടക്കുകയായിരുന്നു കേട്ടോ. ഇതുപോലെ ഒന്നും ഓപ്പൺ ആവുന്നേ ഉണ്ടായിരുന്നില്ല. നമുക്കൊന്നും തന്നെ ചെയ്യാത്ത, കീയൊന്നും ഇല്ലാത്ത കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് നമ്മളത് സിമ്പിളായിട്ടാണ് കേട്ടോ നമുക്കത് ചെയ്യാൻ പറ്റുക. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം അല്ലേ. ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ഞെട്ടുണ്ട്. അത് ചെറിയൊരു സേഫ്റ്റി പിന്ന് പോലത്തെ ഒരു സംഭവമാണ്. അത് നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ട് സീറ്റൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് പൊക്കി പറഞ്ഞ് സീറ്റൊന്ന് റിമൂവ് ആക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ അഴിക്കുകയാണെങ്കിൽ നമുക്കിവിടെ സീറ്റ് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശത്തായിട്ട് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടാവും. അത് നമുക്കിങ്ങനെ പതുക്കെ അഴിച്ചെടുക്കുക. ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പെട്ടെന്ന് നമുക്കത് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലൊരു സോക്കറ്റ് കാണുന്നുണ്ടാവും അല്ലേ. അത് ജസ്റ്റ് നമ്മൾ വെളിയിലോട്ട് എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കിയാൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത കാരണം നമുക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്. നോക്കാം നമുക്ക് ഓപ്പൺ ആകുന്നത്, റീസ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ വരിക. നമ്മുടെ ഓല റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത്ര മാത്രം ചെയ്താൽ മാത്രം മതിയാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഓല സ്കൂട്ടർ റീബൂട്ട് ചെയ്യുകയാണെങ്കിൽ ഹാങ്ങിങ് പ്രോബ്ലംസ് ഒന്നും വരാതെ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. നമുക്കിത് വാങ്ങിച്ചിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഈ ഓല. എന്താണെന്ന് വെച്ചാൽ വളരെ ചാർജിങ് റേറ്റ് വളരെ കുറവാണ്. കറണ്ട് ബില്ല് വളരെ കുറവാണ് നമുക്കിതിൽ വരുന്നത്. അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഒരു ആവശ്യമില്ല. ഒരുപാട് പെട്രോൾ അടിക്കേണ്ടി വന്നിട്ടുണ്ടായി. ഒരു മാസം 4000 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കുമായിരുന്നു. അതിനൊക്കെ നല്ല ഉപയോഗമാണ് കേട്ടോ. താങ്ക് യു.